പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നസലൽ അമീനു മലക്കു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ പടച്ച റബ്ബ് നിശ്ചയിച്ച മലക്കുകൾ കബറിലേക്ക് വരും. എന്നിട്ട് ആ കബറാളിയെ തട്ടിവിളിച്ച് കബറിന്റെ ഭിത്തിയിലേക്കൊന്ന് ചാരിക്കടത്തും. എന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാര? ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിൽ ചിലർക്ക് തോന്നാറില്ലേ, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയാം. ആ റബ്ബി അല്ലാഹ് എന്ന വാക്ക് പറയാൻ എന്തെളുപ്പ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ പടച്ച റബ്ബിന്റെ കബറിൽ ആ വാക്കുച്ചരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാതെ വരും. റബ്ബി അല്ലാഹ് എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് പടച്ച റബ്ബ് അവസരം കൊടുക്കുന്നത് അവൻ റബ്ബിൽ ഇസ്സത്തിന് വേണ്ടി ജീവിച്ചവനാവണം. അവൻ റബ്ബിന് വേണ്ടി പരലോകം ആഗ്രഹിച്ച് ചിന്തിച്ചവനാവണം. പറയാൻ എളുപ്പമുള്ളതും കേൾക്കാൻ രസമുള്ളതുമായ ആ 2 വാക്കുപോലും കബറിൽ ഉച്ചരിക്കാൻ കിട്ടൂലാന്ന റബ്ബിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ. കാരണം അള്ളാഹുവിന്റെ തിരുദൂതൻ മദീന പള്ളിയിൽ വെച്ചത് പറഞ്ഞപ്പം സഹാബാക്കളിൽ ചിലർ ചോദിച്ചു, നബിയേ, ഷഹാദത്ത് കലിമ നാവ് കൊണ്ട് പറഞ്ഞവർക്കൊക്കെ അത് പറയാൻ കിട്ടൂലേ? തിരുദൂതൻ തലയാട്ടിയിട്ട് പറഞ്ഞു, ലാ, കിട്ടൂല സഹാബത്തെ. ഹൃദയം കൊണ്ട് റബ്ബിനെ സ്നേഹിക്കുകയും ആ ഹൃദയം കൊണ്ട് റബ്ബിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തവർക്കല്ലാതെ. സഹാബത്ത് നോക്കി നിൽക്കുമ്പം ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടി പ്രവാചകൻ കണ്ണീരോടെ പറഞ്ഞു, എന്റെ ബിലാലിന് അത് പറയാൻ കിട്ടും.